ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം അങ്ങനെ രാവിലെ തന്നെ പതിവ് പോലെ രാവിലത്തെ ക്ലാസ്സിൽ കയറി ക്ലാസ് അറ്റൻഡ് ചെയ്തു. നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. എല്ലാവരും നല്ല തണുപ്പുള്ളതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. ആ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മടി തോന്നിയെങ്കിലും എങ്ങനെയൊക്കെയോ എണീറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഇനി കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണമെന്നും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്നും ക്ലാസ്സുകൾ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതൊരു ചാലഞ്ച് പോലെ തന്നെ ഏറ്റെടുത്ത് ചെയ്യണം, മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം ഉച്ചയായപ്പോൾ ആഗ്രഹം എന്നതിലുപരി സത്യത്തിൽ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് അറിഞ്ഞത് സുഭാഷ് പാർക്കിൽ ഹോർത്തൂസിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന്. ഒന്ന് പോയി കാണാം. കുറേ നാളെ സുഭാഷ് പാർക്കിൽ പോയിട്ട് അങ്ങനെ വിചാരിച്ച് പോയതാണ്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട്, ഞാൻ ഇതുവരെ എറണാകുളത്ത് ഇതുപോലൊരു എക്സിബിഷൻ കണ്ടിട്ടില്ല. സാധാരണ ഓരോ സ്റ്റാളുകൾ ഇടുന്നതോ ഒരു സാധാരണ എക്സിബിഷനുകളാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക ആംബിയൻസിൽ തന്നെയായിരുന്നു നമ്മുടെ സുഭാഷ് പാർക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. കലാപരമായിട്ടും സാഹിത്യപരമായിട്ടും നിറഞ്ഞു നിൽക്കുന്നൊരു അന്തരീക്ഷമായിരുന്നു. ഒരുപാട് നല്ല പരിപാടികളും വെറൈറ്റി ആയിട്ട് തോന്നി. എനിക്ക് ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇന്ന് സുഭാഷ് പാർക്കിൽ പോയപ്പോൾ ഫീൽ ചെയ്തത്. ഈ ഒരു എക്സിബിഷൻ വളരെ നല്ല എക്സിബിഷൻ ആയിരുന്നു. പക്ഷേ സങ്കടവും തോന്നി. കാരണം ഞാൻ മിസ് ചെയ്തു. ഞാൻ ലാസ്റ്റാണ് അറിഞ്ഞത് ഇതൊരു സാധാരണ എപ്പോഴും വരുന്ന പോലെ ഒരു എക്സിബിഷൻ എന്ന രീതിയിൽ കുറേ സ്റ്റാളുകളൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. പക്ഷേ വേറെ തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു. അതുമാത്രമല്ല, ഇത് സുഭാഷ് പാർക്കിൽ മാത്രമായിരുന്നില്ല, എറണാകുളത്ത് ദർബാർ ഹാളിലൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കി എന്നുള്ളത് അറിഞ്ഞത് പോലും വീട്ടിൽ തിരിച്ചെത്തിയിട്ടാണ്. ഇതാണ് വല്ലപ്പോഴൊക്കെ പത്രം വായിക്കണം എന്ന് പറയണത്. അതിൻ്റെ കുറവ് ഇന്ന് ശരിക്കും മനസ്സിലായി. എന്തായാലും ഇന്നത്തെ ദിവസം ലാസ്റ്റ് മൊമെൻറ്റിലാണെങ്കിലും അതെല്ലാം കാണാൻ കഴിഞ്ഞതിലും പാട്ട് എല്ലാം ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ അവിടെ എല്ലാം നടന്ന് സന്ധ്യ ആയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇതുപോലുള്ള എക്സിബിഷനുകൾ ഇനിയും നമ്മുടെ എറണാകുളത്ത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.